കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി സമൂഹ മാധ്യമമായ എക്സ്. ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. നിയമ തടസ്സങ്ങൾ ഉള്ളതിനാൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം പരസ്യപ്പെടുത്താനാകില്ല. എന്നാൽ ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കണമെന്നുമാണ് അഭിപ്രായമെന്നും എക്സ് വ്യക്തമാക്കി. വിഷയത്തിൽ കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ശ്യാം ദേവരാജ്. ശ്യാം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ് തന്നെ ഗവൺമെൻറ് ഇടപെടുന്നു എന്ന് പറയുക, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ മരവിപ്പിച്ചിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ചില അക്കൗണ്ടുകൾ വേണ്ടെന്ന് വെക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഗൗരവതരമായിട്ടുള്ളൊരു ആരോപണമുണ്ട്. എന്തൊക്കെയാണ് എക്സ് വിശദീകരിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് എക്സ് അതിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ, പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഗ്ലോബൽ ഗവൺമെൻറ് അഫയേഴ്സ് വിഭാഗമാണ് ആ പോസ്റ്റ് കഴിഞ്ഞ രാത്രി 1:04 പുറത്തുവിട്ടിരിക്കുന്നത്, പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും ചില പോസ്റ്റുകൾ നിയന്ത്രിക്കണം എന്നും എക്സിനോട് ആവശ്യപ്പെട്ടു എന്ന കാര്യമാണ്. ഈ ചില നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ, ചില നിയമപരമായ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പരസ്യപ്പെടുത്തുന്നില്ല എന്ന കാര്യം പറയുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. അത് സുതാര്യതയുടെ കൂടി ഭാഗമാണ് എന്നുമാണ് എക്സ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. ചില പോസ്റ്റുകൾ തടയണമെന്നും ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും എക്സ് ആവശ്യപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി എന്ന് എക്സ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചില പരസ്യപ്പെടുത്തുന്നത് സുതാര്യതയുടെ ഭാഗം എന്ന് കരുതുന്നു എന്നുമാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരം പോസ്റ്റുകൾ ചില ആളുകൾ ഇടുന്നത് ഇന്ത്യയിൽ മാത്രമായി തടയും. പക്ഷേ ലോകമെമ്പാടുമുള്ള അത്തരം പോസ്റ്റുകൾ ലഭ്യമാകും. ഇന്ത്യയിൽ ഒഴികെ മറ്റെല്ലാ രാജ്യത്തും ആ പോസ്റ്റുകൾ ലഭ്യമാകും എന്നുകൂടിയാണ് എക്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എന്ന കാര്യം എക്സിൻ്റെ നിലപാടാണ്. അത്തരമൊരു നിലപാടിൽ മാറ്റമില്ല എന്നുകൂടി എക്സ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, 2021 2 വർഷം മുമ്പാണ് കേന്ദ്ര സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. അതിനെതിരെ എക്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യപ്പെടുത്താത്തത് എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തുവിടുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തുവിടേണ്ടത് അനിവാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ അത് ഈ പറയുന്ന ഉപഭോക്താക്കൾ അത് അറിഞ്ഞില്ലെങ്കിൽ അത് ഏകപക്ഷീയമായ നടപടി ആയി പോകും. മാത്രമല്ല, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് എന്ന് കൂടിയാണ് എക്സ് അതിൻ്റെ പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. ഗ്ലോബൽ ഗവൺമെൻറ് അഫയേഴ്സ് വിഭാഗമാണ് ഈ പോസ്റ്റ് കഴിഞ്ഞ രാത്രി പോസ്റ്റ് ചെയ്തത്.